ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മേപ്പിൾ മലയാളി വ്ളോഗ്സ്. കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാൻ ലിസണിങ്ങിൻ്റെ ടിപ്സും റീഡിങ്ങിൻ്റെ ടിപ്സും പറഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സ്പീക്കിങ്ങിൻ്റെ ടിപ്സിനെ കുറിച്ചാണ്. അപ്പോൾ സ്പീക്കിംഗ് എന്ന് പറയുമ്പം 3 പാർട്ടായിട്ടാണ്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. പാർട്ട് 1ൽ ചില ടോപ്പിക്സിനെ പറ്റിയിട്ട് എക്സാമിനർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് നമ്മൾ ഒരു 2 or 3 സെൻറ്റൻസ് വെച്ചിട്ട് ആൻസർ പറയാം. പാർട്ട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ നമുക്ക് തരും. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നടന്ന ഒരു മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡേയെ പറ്റി പറ. എന്നിട്ട് കുറച്ച് സബ്ബായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ കാണും. അത് അന്ന് ആരുടെ ഒപ്പമായിരുന്നു, അന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ 1 മിനിറ്റ് നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ തരും. എന്നിട്ട് നമ്മൾ 1 to 2 minutes ഇതിനെപ്പറ്റി സംസാരിക്കണം. ആ ഒരു സംസാരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് ഒരു 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇനി പാർട്ട് 3ലും നമ്മൾ ആദ്യത്തെ പാർട്ട് 1ലെ കൂട്ട് തന്നെ കുറച്ച് ടോപ്പിക്സിനെ പറ്റിയിട്ടായിരിക്കും ചോദിക്കുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ട് 1ൽ നമ്മൾ പറഞ്ഞു 2-3 സെൻറ്റൻസ് മതിയെന്ന്. അതേസമയം പാർട്ട് 3ൽ ആൻസർ പറയുമ്പം 3 or 4 സെൻറ്റൻസ് പറയണം. ഇപ്പോൾ ഒരു എക്സാമ്പിളൊക്കെ കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് അങ്ങനെ സംസാരിക്കുന്നത്. അപ്പം നമ്മൾ പാർട്ട് 1ൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറയുന്ന ഇത്രയും ടോപ്പിക്സിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഏത് ടോപ്പിക്കിനെ പറ്റി ചോദിച്ചാലും നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്ന്. ഒന്ന് ഫാമിലി, ഒന്ന് ബുക്സ്, കുക്കിംഗ്, വെതർ, ഫെസ്റ്റിവൽസ്, ഗാർഡൻസ് ആൻഡ് പാർക്സ്, പെറ്റ്സ് ആൻഡ് ആനിമൽസ്, TV, സ്പോർട്സ്, ഇൻ്റർനെറ്റ്, home, work, studies, hobby, going out, transport, friends, childhood, newspapers, hometown, computer, music, leisure time, daily routine, birthday, flowers, technology. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് എനിക്ക് തോന്നി ഇത്രയും ടോപ്പിക്സിനെ പറ്റിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ജനറലായിട്ട് കുറച്ച് ഐഡിയാസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഒരു ഐഡിയാസ് കൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കില്ല. നമുക്കത് ഡെവലപ്പ് ചെയ്ത് പറയാൻ പറ്റും. ഇതേ ടോപ്പിക്സ് എന്തെങ്കിലുമൊക്കെ തന്നെയായിരിക്കും പാർട്ട് 3ലും ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഈ പാർട്ട് 1ലായാലും പാർട്ട് 2ലായാലും പാർട്ട് 3ലായാലും നമ്മളെപ്പോഴും ആൻസർ പറയുമ്പം നമ്മൾ കണക്റ്റിംഗ് വേർഡ്സ് യൂസ് ചെയ്യണം. അത് ഒന്നാമത്തെ ഒരു മെയിൻ ഒരു കാര്യമാണ് സ്കോർ കൂട്ടുന്നത്. ഇപ്പോൾ നമ്മൾ IELTS റൈറ്റിങ്ങിൽ വേണ്ടിയിട്ട് നമ്മൾ ലിങ്കിങ് വേർഡ്സ് യൂസ് ചെയ്യില്ലേ. ഇപ്പോൾ നമ്മൾ പോയിൻറ്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയില്ലേ മോർ ഓവർ, ഇൻ അഡീഷൻ ടു ദിസ്, ടു ബിഗിൻ വിത്ത്, ഫർദർ മോർ, ഓൾസോ, ദെയർ ഫോർ, ഇങ്ങനെയുള്ള കണക്റ്റിംഗ് വേർഡ്സ് യൂസ് ചെയ്യണം സ്പീക്കിങ്ങിൽ. ഇപ്പം നമ്മൾ ചുമ്മാതിങ്ങനെ പറഞ്ഞു പോകാതെ ഇപ്പോൾ നമ്മളൊരു റിസൾട്ട് പറയുകയാണെങ്കിൽ ഇന്നൊരു കാര്യം സംഭവിച്ചു, അതിനാൽ ദെയർ ഫോർ ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ രീതിയിൽ കണക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സ്പീക്കിങ്ങിനകത്ത് സംസാരിക്കാനായിട്ട്. ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പം ഇഡിയം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇഡിയം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു നാച്ചുറലായിട്ട് ഫീൽ ചെയ്യണം. അത് സംസാരിക്കുമ്പോൾ ആ കേൾക്കുന്ന ആൾക്ക് നമ്മളത് ഇഡിയം പറയാൻ വേണ്ടിയിട്ട് കുത്തി കയറ്റിയ ഒരു ഫീൽ ഉണ്ടാവല്. അത് നമുക്ക് പോസിറ്റീവിനെക്കാട്ടിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും എക്സാമിനറിന് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനൊരു 2-3 ഇഡിയംസ് പറയാം ഒരു എക്സാമ്പിളായിട്ട്. അപ്പം ഈസി ആയിട്ടുള്ള കുറച്ച് ഇഡിയംസ്. ആസ് കൂൾ ആസ് എ കുക്കുംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ എത്ര ഒരു ടെൻഷനായിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നാലും അയാൾ ഭയങ്കര കൂളായിട്ടിരിക്കുമെന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ആസ് കൂൾ ആസ് എ കുക്കുംബർ. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും ചിലപ്പോൾ പാർട്ട് 2ലായിരിക്കും നിങ്ങൾ പറയുന്ന ആ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു ഇൻസിഡൻറ്റിനകത്ത് എവിടെയെങ്കിലും ഒരു മനുഷ്യനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അയാളുടെ ക്യാരക്ടർ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാം ഹീസ് ആസ് കൂൾ ആസ് എ കുക്കുംബർ. അപ്പം അവിടെ ഒരു ഇടിയാവും. പക്ഷേ എപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം, നാച്ചുറലായിട്ട് ഫീൽ ചെയ്യണം. നാച്ചുറലായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഓട്ടോമാറ്റിക്കലി അപ്പം നമുക്ക് വരും. പിന്നെ നമുക്ക് പറയാവുന്ന വേറൊരെണ്ണമാണ് നോട്ട് എ റോക്കറ്റ് സയൻസ് എന്ന് വെച്ചാൽ അത് ഡിഫിക്കൾട്ടല്ല. ഇപ്പോൾ നമ്മൾ പാർട്ട് 2ൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്കില്ലിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ പറയാം. ഇപ്പോൾ ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് ഈസ് നോട്ട് എ റോക്കറ്റ് സയൻസ്, ഇറ്റ്സ് ആസ് ഈസി ആസ് ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഈസിയാണ്.
അതുപോലെ തന്നെ വേറൊരു ഇഡിയമാണ് ഓൺ ക്ലൗഡ് നയൻ. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം നമ്മൾ മിക്കപ്പോഴും ഈ പാർട്ട് 2 ഒക്കെ പറയുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഒരു സന്തോഷം ഒക്കെ കാണുമല്ലോ പറയാൻ. അപ്പം നമുക്ക് പറയാം ഐ വാസ് ഓൺ ക്ലൗഡ് നയൻ ദാറ്റ് ഡേ. ആ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ ഇഡിയമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ അർത്ഥം മനസ്സിലാക്കിയിട്ട് നല്ല എക്സ്പ്രസ് ചെയ്ത് വേണം പറയാനായിട്ട്. ഇപ്പോൾ വേറൊരു ഇഡിയം പറയാനാണെങ്കിൽ എന്താണ്, കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ട്രാവലിംഗ് അറൗണ്ട് ദി വേൾഡ് കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ്. എന്താണ്, ലോകം മൊത്തം യാത്ര ചെയ്യുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന്. ഇപ്പോൾ വേറൊരെണ്ണം പറയാനാണെങ്കിൽ റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെവി റെയിൻ ആയിരുന്നു അന്ന്. ഇപ്പം ഒരു ട്രിപ്പിനെയൊക്കെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് റെയിൻഡ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് ഇൻ ദി സിറ്റി ലാസ്റ്റ് നൈറ്റ്, അല്ലെങ്കിൽ ദാറ്റ് ഡേ എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസം രാത്രിയിൽ എന്താണ് ഭയങ്കര മഴയായിരുന്നു എന്ന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറയാണ്, ഇപ്പം നിങ്ങൾ ചിലപ്പോൾ പാർട്ട് 1 ഇപ്പം അവർ ചോദിക്കുകയാണ് നിങ്ങളുടെ വീക്ക് ഡേയ്സ് എങ്ങനെയാണ്. അപ്പം നമുക്കാണെങ്കിൽ ഇപ്പോൾ വീക്ക് ഡേയ്സ് നമ്മൾ ഭയങ്കര ബിസിയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ പറയണം. ഇപ്പം നമ്മളെന്താണ് രാവിലെ എണീക്കുന്ന കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ എണീക്കുക എന്ന് പറയുമെങ്കിൽ നമുക്ക് ഏർലി ബേർഡ് യൂസ് ചെയ്യാം. വെൽ ഐ എം എൻ ഏർലി ബേർഡ്. ഐ യൂഷ്വലി വേക്കപ്പ് ബൈ 5 AM ഇൻ ദി മോർണിംഗ്. അല്ലെങ്കിൽ എന്താണ് രാവിലെ എണീക്കത്തില്ലെന്നാണ് നിങ്ങൾക്ക് പറയണമെങ്കിൽ എന്ന് പറയാം ഐ എം നോട്ട് ആൻ ഏർലി ബേർഡ് എന്ന് പറയും. അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്ന കാര്യം പറയാൻ നമുക്ക് യൂസ് ചെയ്യാം ഹിറ്റ് ദി സാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാൻ പോയി. ഐ യൂഷ്വലി ഹിറ്റ് ദി സാക്ക് അറൗണ്ട് 9 PM. എന്താണ് ഞാൻ സാധാരണയായിട്ട് 9 മണിക്കാണ് ഞാൻ ഉറങ്ങാനായിട്ട് പോകുന്നത്. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ എന്താണ് ഇഡിയംസ് ഉണ്ട്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇഡിയം യൂസ് ചെയ്യുമ്പം അത് നാച്ചുറലായിട്ട് വരണം. നമ്മളത് പറയാൻ വേണ്ടിയിട്ട് കുത്തി കയറ്റുന്ന ഫീൽ ഉണ്ടാവില്ല. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ മീനിങ് നല്ലപോലെ മനസ്സിലാക്കണം. ഒരു സെൻറ്റൻസിൽ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. പിന്നെ ചുമ്മാതിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കങ്ങ് വരും. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ വുഡ്, കുഡ്, പിന്നെ യൂസ് ടു ഇതൊക്കെ യൂസ് ചെയ്യുന്നതും നല്ലതാണ് നമ്മുടെ സ്പീക്കിങ്ങിനകത്ത്. ഇപ്പോൾ വുഡ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനറി സിറ്റുവേഷൻസ് ഒക്കെ പറയാനായിട്ട് നമുക്ക് വുഡ് യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ പറയില്ലേ ഇഫ് ഐ ഹാഡ് മോർ ഫ്രീ ടൈം ഐ വുഡ് ലേൺ എ ന്യൂ ലാംഗ്വേജ്. അങ്ങനെയുള്ള ഇമാജിൻ ചെയ്ത് പറയാനായിട്ട് നമുക്ക് വുഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു പ്രിഫറൻസസിനെ പറ്റി പറയാനും നമുക്ക് വുഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വുഡ് ലവ് ടു വിസിറ്റ് ഇറ്റലി വൺ ഡേ. ഓക്കെ, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറയാനായിട്ട് നമുക്ക് വുഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പാർട്ട് 3 എന്തെങ്കിലും ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വുഡ് സേ ദാറ്റ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഈസ് ബിക്കമിങ് മോർ പോപ്പുലർ. അങ്ങനെ നമ്മുടെ ഒരു ഒപ്പീനിയൻ പറയാൻ. അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റിലുള്ള ഹാബിറ്റ്സ് പറയാനായിട്ട് നമുക്ക് യൂസ് ടു യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ വെൻ ഐ വാസ് യങ്ങർ ഐ യൂസ് ടു സ്വിം വെരി വെൽ. എന്താണ്, ഞാൻ ചെറുതായിരുന്ന സമയത്ത് നല്ലപോലെ സ്വിം ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ പാസ്റ്റ് ഹാബിറ്റ്സ് പറയാം. ഇപ്പോൾ കുഡ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്റ്റിലുള്ളൊരു എബിലിറ്റി, നമ്മുടെ ഒരു കഴിവ് പറയാനായിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ മുമ്പേ നമ്മൾ യൂസ്ഡ് പറഞ്ഞ പോലെ വെൻ ഐ വാസ് എ ചൈൽഡ് ഐ കുഡ് സ്വിം വെരി ഫാസ്റ്റ്. അതുപോലെ ഒരു പോസിബിലിറ്റി പറയാൻ, ഒരു ഫ്യൂച്ചറിലൊരു പ്രഡിക്ഷൻ, ഒരു പോസിബിലിറ്റി പറയാനായിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ്, ഇൻ ദി ഫ്യൂച്ചർ ഇലക്ട്രിക് കാർസ് കുഡ് ബിക്കം മോർ അഫോർഡബിൾ, ഒരു പോസിബിലിറ്റിയാണത്. അതുപോലെ സജഷൻസ് പറയാനായിട്ടും നമുക്ക് കുഡ് യൂസ് ചെയ്യാം. സ്റ്റുഡൻസ് കുഡ് പ്രാക്ടീസ് സ്പീക്കിംഗ് എവറി ഡേ ടു ഇംപ്രൂവ് ഫ്ലുവൻസി. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹിപ്പോതെറ്റിക്കൽ എബിലിറ്റി പറയാനായിട്ടും നമുക്ക് കുഡ് യൂസ് ചെയ്യാം. ഇഫ് ഐ ലിവ് നിയർ ദി ബീച്ച് ഐ കുഡ് സ്വിം എവറി മോർണിംഗ്. ഇങ്ങനെ ഈ കുഡ്, വുഡ്, യൂസ് ടു ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതും നമ്മുടെ സ്പീക്കിങ്ങിലെ പോയിൻറ്റ്സ് കൂട്ടും. പിന്നെ അതുപോലെ തന്നെ വൊക്കാബുലറി വേർഡ്സ് യൂസ് ചെയ്യുന്നതും നല്ലതാണ്. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കണമെന്നില്ല വൊക്കാബുലറി വേർഡ്സ്. നമ്മളിപ്പോൾ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വൊക്കാബുലറി വേർഡ്സ് പഠിക്കത്തില്ലേ, അത് നമ്മൾ ഇവിടോട്ട് കയറ്റാനായിട്ട് നോക്കണം. എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് പറയണമെന്നില്ല. എന്തെങ്കിലും ഇപ്പം നമ്മൾ ബിസി ആവുന്നതിന് പറയുന്നതല്ലേ ഹെക്റ്റിക്കാണ്. മൈ വീക്ക് ഡേയ്സ് ആർ യൂഷ്വലി ഹെക്റ്റിക് എന്നാണ്. എൻ്റെ വീക്ക് ഡേയ്സ് സാധാരണ എപ്പോഴും ഭയങ്കര ബിസിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ അൺവൈൻഡ്, റിലാക്സ്. എന്താണ്, ഡാൻസിങ് ഹെൽപ്സ് മീ ടു അൺവൈൻഡ്. എന്താണ്, ഡാൻസിങ് എനിക്ക് റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള ചെറിയ ചെറിയ വൊക്കാബുലറി വേർഡ്സ് യൂസ് ചെയ്യുക. ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യണമെന്നില്ല.
We'll continue in the next video. Thank you.